പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 7 മണിയായിട്ടോ. അപ്പോൾ നമുക്ക് 9 മണിക്കാണ് ട്രെയിന്. അപ്പോൾ ഓക്കെ, ചെറിയൊരു വീഡിയോ ആണ്, കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അങ്ങനെ വേറെ എവിടേക്കല്ല കേട്ടോ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടാലാണ് ഞാൻ എവിടേക്കാണ് മൊത്തത്തിൽ എനിക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ ഇരുന്ന് കാണുക, അപ്പോഴാണ് എനിക്ക് അറിയുള്ളൂ ഞാൻ എങ്ങോട്ടാ പോകണത് എന്നൊക്കെ. അപ്പോൾ നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞാൻ നമ്മുടെ ചെക്കനുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പുറത്താണ് നമുക്ക് കിട്ടിയിറങ്ങുന്നത് കേട്ടോ. എൻ്റെ G2 അവൻ്റെ G5 തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി വന്നു. അപ്പോൾ നേരെ വണ്ടി കയറി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്ന് സെറ്റ് ആവണ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ശരി ആ വീഡിയോസ് അങ്ങനെ എടുത്തില്ല കേട്ടോ. അങ്ങനെ G2 ആയിരുന്നു കേട്ടോ എൻ്റെ കോച്ച് നമ്പർ. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്ന് നേരെ ഞാൻ അപ്പുറത്തെ എവിടെ കയറി കേട്ടോ. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറിയിട്ട് പിന്നെ അങ്ങനെ നടക്കുക ചെയ്തു കേട്ടോ. അങ്ങനെ സെറ്റായി നമ്മളുള്ളിൽ കയറി. നമ്മുടെ ചെക്കൻ വേറെ കോച്ചിലായിരുന്നു. അവ അങ്ങോട്ടും പോയി, ഞാനിപ്പുറത്തേക്കും വന്നു. ഒന്ന് അവൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന്. അപ്പോൾ നേരെ നമ്മുടെ കോച്ചിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ. അങ്ങനെ കയറിയ സമയത്ത് തന്നെ നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിൽ ഭയങ്കര അടിപൊളി മുല്ലപ്പൂവിൻ്റെ ഒക്കെ മണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മുല്ലപ്പൂ, കദമ്പിൻ്റെ ഒക്കെ സ്മെല്ലായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, ശബരിമലയ്ക്ക് സ്വാമിമാർ പോവാണ് അവിടുന്ന്. അപ്പോൾ വൈകിട്ടാണ് കെട്ടുന്നറുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അടിപൊളി പൂവിൻ്റെ ഒക്കെ സ്മെല്ലാണ്. ഈ ഇരുമുടിയിൽ കെട്ടി വെച്ചൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പൂവ്. അങ്ങനെ ഞാൻ യൂട്യൂബിലേക്ക് ഒരു റീൽസിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോസ് കേട്ടോ. അത് അങ്ങോട്ട് കൊളായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ അതും കയറ്റിയതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എടുത്താണ് ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ചെങ്ങായി വിളിച്ചപ്പോൾ പിന്നെ വീഡിയോസ് അങ്ങോട്ട് പോയി. അങ്ങനെ വേറെ ഒന്നല്ല ചിന്തിക്കണം, എന്താ കഴിക്കേണ്ടതെന്നൊക്കെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ കുറേ കഴിഞ്ഞപ്പോൾ 2 ബിരിയാണി വന്നു. അത് കഴിച്ച് നേരെ കയറി കടന്നു. ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് നല്ല നല്ല ട്യൂണുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പല ടൈപ്പിലുള്ള കൂർക്കമ്മലി ആവും കേട്ടോ. അങ്ങനെ പോകുമ്പോൾ അടിപൊളിയാവും കേൾക്കാൻ. ചിലർക്ക് ഉറക്കം വരില്ല, അപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വരും കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു 3-3:30 ആയപ്പോൾ ജസ്റ്റ് ഒന്ന് സമയമൊക്കെ നോക്കി ഒന്ന് കടന്നു. എവിടെ എത്തി വണ്ടി എന്നൊക്കെ നോക്കി ജസ്റ്റ് കടന്നു. പിന്നെ നമ്മൾ 4:30 ആയപ്പോൾ നമ്മൾ ചെക്കൻ വിളിച്ചിറങ്ങണം. അപ്പോൾ എൻ്റെ ഫോണ് സൈലൻ്റ് ആയതുകൊണ്ട് ഞാൻ കേട്ടില്ല. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ടൈമായി. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി കേട്ടോ. പാലക്കാട് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞാൻ വോയിസ് കൊടുത്തിട്ട് വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ വീഡിയോസ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഈ മൈക്ക് കംപ്ലൈൻ്റ് ആവും, ചിലപ്പോൾ ചാർജ് ഉണ്ടാവില്ല. അത് കാരണം ചിലപ്പോൾ സൗണ്ട് കാര്യങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ ഞാൻ ഒറ്റപ്പാലെത്തി കേട്ടോ. ട്രെയിൻ കയറി ഒറ്റപ്പാലെത്തി. വേറെ ഇതിൻ്റെ പിന്നാലെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മുടെ ആലപ്പി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വണ്ടി കയറി നേരെ ഒറ്റപ്പാലെത്തി. അപ്പോൾ ഇന്ന് ബസ്സിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വീടിൻ്റെ അവിടുത്തെ സ്റ്റോപ്പിലെത്തി. എൻ്റെ സ്റ്റോപ്പിൻ്റെ പേര് ഷാപ്പുപടി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ റോഡ് നേരെ പോകണം ഭവൻസ് സ്കൂളിൻ്റെ അവിടേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ. ടൗൺ വലിയ കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒക്കെ അടുത്തടുത്താണ്. അപ്പോൾ ആ കാണുന്ന റോഡാണ് ചെറുപ്പശ്ശേരി, അതുപോലെ പെരിന്തൽമണ്ണ